ഇന്ന് നമ്മൾ ചിക്കൻ കാലില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡ്രംസ്റ്റിക് സ്നാക്കാണ് റെഡിയാക്കുന്നത്. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫെയിൽ ആവാൻ ചാൻസ് ഉള്ള 1-2 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡോ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം മതിയാവും, കൂടുതൽ വേണ്ടി വരില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. വെള്ളം എടുക്കുന്ന സമയത്ത് എല്ലാം ചൂടുള്ള വെള്ളം എടുക്കണം. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ടൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുശേഷം ഇതിന് മുകളിൽ 1-2 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. കുറച്ച് ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ തന്നെ മതിയാകും. ആ ഒരു ചെറിയൊരു ഈസ്റ്റ് ചേർത്തിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷവർമയുടെ ഒക്കെ ടേസ്റ്റിലുള്ള ഒരു ഫില്ലിങ്സ് ആണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള കൂടുതൽ വേണ്ട, ചെറുത് തന്നെ മതിയാകും. അതും ചെറുതായി മുറിച്ചതോടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട്. 100 ഗ്രാം ബോൺലെസ് ചിക്കന്. ഈ ചിക്കന് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇത്തിരി കോൺഫ്ലോർ, കുറച്ച് സോയാ സോസ് കൂടെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താണ്. ഒരുപാട് എണ്ണയിലല്ല, 1 ടേബിൾ സ്പൂൺ എണ്ണയിലൊക്കെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മയണൈസാണ് ചേർക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മയണൈസ് എടുക്കുക. മയണൈസിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. മയണൈസ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് തന്നെ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു രീതിയിലുള്ള ഫില്ലിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതായത് മയണൈസും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ പച്ചയ്ക്കുള്ള ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ചിക്കൻ റോളിൻ്റെ കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഫില്ലിങ് വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി നമുക്ക് സുഖമായിട്ട് ചെയ്യാം. നാടൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പം ഈ ഒരു ഫില്ലിങ് വെച്ച് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മുൻപേ ഈ ഒരു ഫില്ലിങ്സ് റെഡിയാക്കി വെക്കരുത് കേട്ടോ. കാരണം നമ്മൾ മൈദ ഒക്കെ പരത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള ഉള്ളിലൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മൈദയൊക്കെ പരത്തി കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഫില്ലിങ്സ് റെഡിയാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനിയൊരു ഉരുളക്കിഴങ്ങ് വേണം. അത്യാവശ്യം കുറച്ച് നീളം കൂടിയിട്ടുള്ള കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാൻ വലിയൊരു കിഴങ്ങിൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കിഴങ്ങ് എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല, ഒരു 8 പീസൊക്കെ മതിയാവും. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രോസൺ ആയിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത്യാവശ്യം കട്ടിയുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ 3-4 പീസായിട്ട് നമുക്ക് ഈ പീസിനെ മുറിച്ചെടുക്കാം. ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഒരുപാട് കനം കൂടും വേണ്ട, വളരെ നൈസാവും വേണ്ട. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ 1 മിനിറ്റ് കുഴച്ചെടുക്കണം. ഇതിനെ നമുക്കൊരു 2 ഭാഗമാക്കി എടുക്കുക. ആദ്യത്തെ ഒരു ബോൾ എടുത്തിട്ട് ഇനി പരത്തിയെടുക്കുക. പരത്തുന്ന സമയത്ത് കുറച്ച് മൈദ വിതറി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് കനത്തിൽ വേണ്ട, അതുപോലെ തന്നെ ഭയങ്കര നൈസായിട്ടും പരത്തണ്ട. ചപ്പാത്തിയുടെ ഒക്കെ അത്രയ്ക്ക് നൈസാവേണ്ട, അതിനേക്കാൾ ഒരു ഇത്തിരി കട്ടി കൂടണം, എന്നാൽ കട്ടി കൂടുതൽ ആവാനും പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു 4 പീസാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കണം. സെൻറ്ററിലൂടെ നേരേക്ക് ഓരോ ലൈന് കൊടുത്താൽ മതി കത്തി വെച്ചിട്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള സ്ക്വയർ പീസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് ചെറുതായി പോകരുത്. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം വലുതാക്കി പരത്തിയിട്ട് തന്നെ വേണം 4 സൈഡ് കട്ട് ചെയ്ത് കളയാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പീസ് വളരെ ചെറുതായി പോകും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇനി ഈ ഒരു പീസ് എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊരു 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു പീസ് വെച്ച് കൊടുക്കണം. നമ്മുടെ ചിക്കൻ്റെ കാലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ പൊട്ടാറ്റോൻ്റെ മേലേക്കായിട്ട് നമ്മുടെ ആ ഒരു പരത്തി വെച്ചിട്ടുള്ള മൈദ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ് പുറത്ത് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പൊട്ടാറ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കുക്കായിട്ടുള്ള പൊട്ടാറ്റോ നന്നായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടാറ്റോ മുറിച്ചെടുത്തല്ലോ, അതിനുശേഷം ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ വേണ്ടി ചെയ്യുന്നത് പോലെ ഒരു മിനിറ്റ് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം 1 മിനിറ്റ് അതിലിട്ടിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് ഊറ്റിയെടുക്കുക, നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ പൊട്ടാറ്റോ തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് തിളപ്പിക്കരുത്. കാരണം അങ്ങനെ തിളച്ച് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ മൈദേൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്, ചിക്കൻ കാലുകൾ പോലെ. ഇപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് റെഡിയാക്കി വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒരു 2-3 എണ്ണം ആദ്യം റെഡിയാക്കി എടുക്കുക. അത് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാം ഒരേ സമയത്ത് ചെയ്ത് വെക്കാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു ഫില്ലിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത ഫില്ലിംഗ് ആണല്ലോ, ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൈദ ഇങ്ങനെ എല്ലാം കൂടെ കുറേ സമയം റെഡിയാക്കി വെച്ചാൽ ആ ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് മൈദ ആകെ ഒരു വെള്ളമായി ആയിപ്പോകും. അങ്ങനെ മൈദ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം ഫ്രൈ ആവും, പക്ഷെ ഉള്ളിൽ ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുക. ആദ്യം ഒരു മുട്ട എടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി നോക്കിയിട്ട്. രണ്ടാമത്തത് ഇതിലേക്കൊരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി മിക്സിയിലിട്ട് ഒന്നങ്ങ് കറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അതൊരു സൈഡിലേക്ക് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ വേണം, അതും എടുത്ത് വെക്കുക. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ്റെ ഷേപ്പിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന കാലുണ്ടല്ലോ, അതെടുത്തിട്ട് ഈ മൈദപ്പൊടിയിൽ ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ മൈദയിൽ കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കട്ടിയോട് കൂടിയിട്ടുള്ള ഡബിൾ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് നേരെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൈദയിൽ മുക്കിയിട്ട് നേരെ നമ്മൾ ഈ ഒരു മുട്ടയിലാണ് മുക്കിയെടുക്കുന്നത്. നല്ലൊരു തിക്നെസ്, നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മുട്ടയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ പൊട്ടാറ്റോ കിഴങ്ങിൻ്റെ സൈഡിലൊക്കെ മുട്ട എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ആ ഒരു മുട്ടയുടെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നങ്ങ് തുടച്ച് കളയുക, അല്ലെങ്കിൽ മറ്റേ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ നനഞ്ഞ് കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് വേണം. അതായത് ആ കിഴങ്ങിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം, എന്നാലാണ് നമുക്ക് ശരിക്കും ഒരു ചിക്കൻ കാലിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് ആ ബ്രെഡ് ക്രംസ് ഇതുപോലെ അതിൽ നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചിക്കൻ കാല് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം ഒരു 2-3 എണ്ണം ആദ്യം റെഡിയാക്കി വെക്കുക ഇതുപോലെ. അത് ഫ്രൈ ആവുന്ന സമയത്ത് ബാക്കിയുള്ളത് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഈ ഒരു ഫില്ലിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാതെ ആയിരിക്കും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ എല്ലാ ചിക്കൻ കാലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ കാലിട്ട് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇതിലേക്ക് ചിക്കൻ കാലൊക്കെ ഇടുന്ന സമയത്ത് ഈ പൊട്ടറ്റോയുടെ കിഴങ്ങിൻ്റെ ഭാഗം അങ്ങനെ കാലും പിടിക്കുന്ന പോലെ പിടിച്ച് ഇതിലേക്ക് ഇടേണ്ട. കാരണം ചിലപ്പോൾ കിഴങ്ങ് പുറത്തേക്ക് വരും. ഈ ഒരു സമയത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സെറ്റ് ആയിക്കോളും. ഫ്രൈ ആയി കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും, പ്രശ്നമില്ല. നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ വളരെ ചെറിയ തീയിലിടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ റോള് കട്ട്ലറ്റൊക്കെ പോലെ തന്നെ പെട്ടെന്ന് കുക്കാവില്ല. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള മൈദ കുക്കാവാത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം ശരിക്കും ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണം. കാണുന്ന സമയത്ത് ചിലപ്പോൾ വിചാരിക്കും പെട്ടെന്ന് ഫ്രൈ ആയിരുന്നു, കാരണം പുറം ഭാഗം ബ്രെഡ് ക്രംസ് ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് വെറുതെ വേസ്റ്റ് ആയി പോകും. ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം എന്തായാലും വരും. അപ്പോൾ ശ്രദ്ധിച്ച് ചെറിയ തേയിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ചെറിയ തീയിലിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം, ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കുക. ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രൈ ആയ പോലെ തോന്നും, പക്ഷേ അത് വീഡിയോ കട്ട് ചെയ്യുന്നത് കൊണ്ടാട്ടോ പെട്ടെന്ന് ഫ്രൈ ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ സമയത്തിൻ്റെ കാര്യം മറക്കരുത്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കാലൊക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊട്ടാറ്റോയിലാണ് ഇപ്പോൾ ഞാൻ പിടിച്ചിട്ടുള്ളത്. അത് പുറത്തേക്ക് വരുമൊന്നുമില്ല, കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു അളവിൽ ഈ ഒരു വലുപ്പത്തിലുള്ള 8 ചിക്കൻ കാലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മുറിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷവർമയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും ഇത്. ഇനിയിപ്പം ഈ ഒരു ഫില്ലിംഗ് അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ നാടൻ രീതിയിലുള്ള ഏത് ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പം ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്